വെള്ളപ്പൊക്കത്തിനിടെ മരിച്ച വയോധികന്റെ സംസ്കാരം ജലനിരപ്പ് താഴ്ന്ന ശേഷം കുടുംബ വീട്ടിലെത്തിച്ച് നടത്തി. ഓഗസ്റ്റ് 5-ന് പ്രളയ സമയത്താണ് തലവടി പൂന്തുരുത്തി പുല്ലാടിൽ പൊടിയൻ എന്ന 82-കാരൻ മരിച്ചത്. വെള്ളപ്പൊക്കം മൂലം കുടുംബ വീട്ടിലെത്തിച്ച് മൃതദേഹം സംസ്കരിക്കാൻ സാധിച്ചിരുന്നില്ല. വെള്ളപ്പൊക്കത്തിനിടെ മരണമടഞ്ഞ വയോധികന്റെ മൃതദേഹം ജലനിരപ്പ് താഴ്ന്ന ശേഷം വള്ളത്തിൽ കുടുംബ വീട്ടിലെത്തിച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 5-ന് വെള്ളപ്പൊക്ക സമയത്ത് മരിച്ച തലവടി പൂന്തുരുത്തി പുല്ലാട്ടിൽ പൊടിയൻ എന്ന 82-കാരന്റെ സംസ്കാരമാണ് ഇത്തരത്തിൽ നടത്തിയത്. പ്രളയസമയത്ത് മരിച്ച പൊടിയന്റെ മൃതദേഹം വെള്ളപ്പൊക്കം മൂലം കുടുംബ വീട്ടിലെത്തിച്ച് സംസ്കരിക്കാൻ സാധിച്ചിരുന്നില്ല. എടത്തുവയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ മൃതദേഹം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ജലനിരപ്പ് താഴ്ന്നതോടെയാണ് ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് മൃതദേഹം വള്ളത്തിൽ കുടുംബ വീട്ടിലെത്തിച്ചത്. വീടിന് 1.5 കിലോമീറ്റർ അകലെ ആംബുലൻസിൽ എത്തിച്ച ശേഷം വള്ളത്തിലാണ് മൃതദേഹം കുടുംബ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് നെടുമ്പുറത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പ്രത്യേകം ക്രമീകരിച്ച പന്തലിൽ സംസ്കാര ശുശ്രൂഷകൾ നടത്തി. പിന്നീട് മൃതദേഹം തിരുവല്ല കുറ്റപ്പുഴ സഭാ സെമിത്തേരിയിൽ എത്തിച്ച് സംസ്കരിച്ചു. തലവടി റൈസ് ബിൽഡ് ചർച്ച് സെമിത്തേരിയിൽ വെള്ളമായതിനാലാണ് തിരുവല്ലയിലെ സെമിത്തേരിയിൽ സംസ്കരിച്ചത്. അതേസമയം ജലനിരപ്പ് താഴ്ന്നു വരുന്നുണ്ടെങ്കിലും കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളിലും ജനജീവിതം ഇപ്പോഴും ദുസ്സഹമാണ്. CDNet ന്യൂസ്, ഹരിപ്പാട്.